കാൽനട യാത്രക്കാർക്ക് പോലും യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഐച്ചേരി അലക്സ് നഗർ റോഡിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനം നടത്തി. ശ്രീകണ്ഠപുരം നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് ഡിവൈഎഫ്ഐ കാവുമ്പായി മേഖലാ കമ്മിറ്റി ആരോപിച്ചു. നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം MC ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഐച്ചേരി അലക്സ് നഗർ ചെരിക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കാവുമ്പായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് നവീകരണ പ്രവർത്തികൾ ചെയ്തു. കാൽനട യാത്ര പോലും ഏറെ ദുസ്സഹമായ ഈ റോഡ് ശ്രീകണ്ഠപുരം നഗരസഭയിൽപ്പെട്ട 16-ാം വാർഡായ ചെരിക്കോട് വാർഡിലാണ്. നാട്ടുകാരുടെ ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ഉയർന്നിരുന്നു. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഐച്ചേരി മുതൽ അലക്സ് നഗർ വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ കാവുമ്പായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡ് ഈ റോഡിൽ ശ്രമദാനം നടത്തിയത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ കാവുമ്പായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും മോശമായ, ഏറ്റവും കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഐച്ചേരി ചെരിക്കോട് അലക്സ് നഗർ റോഡ് ഇത്രത്തോളം മോശമായ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐനെ നിരവധി തവണ മുനിസിപ്പാലിറ്റിയോടും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരോടുമൊക്കെ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റോഡ് യാത്രായോഗ്യമാക്കാനാണ് ഡിവൈഎഫ്ഐ ആദ്യം തന്നെ ആവശ്യപ്പെട്ടത്. അല്ലാതെ മുഴുവൻ ടാർ ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് ഈ ഘട്ടത്തിലാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ നാട്ടിലെ ഈ ചെരിക്കോട് മേഖലയിലെ യുവാക്കളടങ്ങുന്ന നിരവധി കൂട്ടായ്മകൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ നിരന്തരം പ്രക്ഷോഭത്തിലേക്ക് മുനിസിപ്പാലിറ്റിയുടെ മുന്നിലടക്കം പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നിലവിൽ ഭരിക്കുന്ന UDF ഭരിക്കുന്ന ശ്രീകണ്ഠപുരത്തിൻ്റെ മുനിസിപ്പാലിറ്റി അധികൃതർ കാണുന്നതിനോ അതിനെപ്പറ്റി പരിഹരിക്കുന്നതിനോ ഒരു പരിഹാര നടപടി പോലും ഇവിടെ ചെയ്യുകയുണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ കാവുമ്പായി മേഖലാ കമ്മിറ്റിയുടെ യൂത്ത് ബ്രിഗേഡ് സേന ഇവിടെ ഇറങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ചെരിക്കോട് ഐച്ചേരി മുതൽ അതുപോലെ തന്നെ അലക്സ് നഗർ വരെയുള്ള മുഴുവൻ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ സംഘടന പ്രക്ഷോഭം മാത്രമല്ല, ഇതുപോലുള്ള മാതൃകാപരമായ പരിപാടികൾ നടത്തിക്കൊണ്ട് ഇതാണ് നമ്മളെ പ്രക്ഷോഭത്തിൻ്റെ രീതി എന്നുകൂടിയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. കാരണം നിരവധി തവണ ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ഞങ്ങൾ ഇത്തരം ആവശ്യങ്ങളുമായി വന്നപ്പോഴും ഒരു തവണ പോലും ഈ പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാടും ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രക്ഷോഭത്തിലേക്ക്, ഈ റോഡ് നന്നാക്കിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഡിവൈഎഫ്ഐ തിരിഞ്ഞിട്ടുള്ളതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പങ്കാളികളായ പ്രവൃത്തി CPIM ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ റോഡ് ഏറെ പഴക്കമുള്ള റോഡാണ്. മുമ്പ് ഇതിലേക്കൂടി ഒരു KSRTC ബസ് സർവീസ് നടത്തിയിരുന്നു. റോഡ് മോശമായതിനെ തുടർന്നാണ് ആ ബസ് ഓട്ടം നിർത്തിയത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാവുമ്പായി മേഖലയിലെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ മുമ്പിൽ നിരവധി പ്രാവശ്യം ബോധ്യപ്പെടുത്തിയതാണ്. തുടർച്ചയായി അറ്റകുറ്റപ്പണി നടത്തേണ്ട നഗരസഭ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. തീർത്തും മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ആസ്തി രജിസ്റ്ററുള്ളൊരു റോഡാണിത്. ഈ റോഡിന് 9 വർഷക്കാലത്തോളം UDFിൻ്റെ കൗൺസിലർമാരാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. ഈ കൗൺസിലർമാർ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു ഉറുപ്പിക പോലും നിലവിൽ ഇതിന് ഉപയോഗിക്കുന്ന നില ഉണ്ടായിട്ടില്ല. ഈ റോഡിൻ്റെ 2 മേഖലകളിൽ ഇപ്പോൾ ഈ പ്രദേശത്തുൾപ്പെടെ, ഈ അറ്റകുറ്റപ്പണി നടക്കുന്ന പ്രദേശത്തുൾപ്പെടെ മന്ത്രി പ്രത്യേകം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞ 15 ലക്ഷം ഉറുപ്പികയുടേതാണ് ഇപ്പോൾ ടെൻഡർ ആയി വന്നിട്ടുള്ളത്. ഈ 15 ലക്ഷം ഉറുപ്പികയും CPIM കാവുമ്പായി ലോക്കൽ കമ്മിറ്റിയുടെ നിവേദനത്തിൻ്റെ ഭാഗമായിട്ടാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ആ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ശ്രീകണ്ഠപുരം നഗരസഭ ഇതിനകം തന്നെ ചെയ്തിട്ടില്ല. അതിന് കാരണം ഈ റോഡിൻ്റെ ചെയിനേജ് മാറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് കൃത്യമായ വിവരം നൽകാൻ പോലും തയ്യാറാകാതെ നഗരസഭ ഇതിൻ്റെ ചെയിനേജ് മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരിധിവരെ ഇത് വൈകാൻ കാരണമായത്. വീണ്ടും CPIM കാവുമ്പായി ലോക്കൽ കമ്മിറ്റി മന്ത്രിയെ നേരിട്ട് കാണുകയും ഇതിൻ്റെ ചെയിനേജ് മാറ്റം ഉൾപ്പെടെ പരിഹരിച്ച് അടിയന്തരമായി പണി പൂർത്തീകരിക്കുന്ന നിലയുണ്ടാവണം, ജനങ്ങൾക്ക് ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴെങ്കിലും ഇത് ടെൻഡറാവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഐച്ചേരി മേഖലയും ദുരിതപൂർണമായ യാത്രയായിരുന്നു കഴിഞ്ഞ 1-2 വർഷക്കാലം. അത് പരിഹരിക്കുന്നതിന് പ്രളയ ഫണ്ടിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സ്കീം വെച്ചുകൊണ്ടാണ് 10 ലക്ഷം രൂപ അനുവദിച്ചത്. ഈ 10 ലക്ഷം രൂപ അനുവദിച്ച് ആണ് ആ ഭാഗം പൂർത്തീകരിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽ
ഇവരെ ആസ്തി വികസന UDFിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ശ്രീകണ്ഠപുരം നഗരസഭ 1 രൂപ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, നഗരവികസനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ഒരു നഗരസഭയിൽ 3 റോഡ് എന്ന പദ്ധതി ഈ മേഖലയിൽ നടപ്പാക്കണമെന്ന് CPIM-ഉം അതുപോലെ തന്നെ ഇവിടുത്തെ ഈ റോഡിൻ്റെ ഉപയോക്താക്കളും ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും ഈ ഫണ്ട് വകമാറ്റി ചെയർപേഴ്സൻ്റെ വാർഡായ പന്നിയാരിലും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ വാർഡായ ചെമ്മന്തൊട്ടിയിലും കോട്ടൂർ ഉൾപ്പെടെ നൽകുകയും ഈ റോഡിനോട് അവഗണന കാണിക്കുന്ന സമീപനമാണ് നിലവിലുള്ള MLAയും ഈ റോഡിനോട് കാണിച്ചിട്ടുള്ളത്. ഇത് തീർത്തും ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് പരിഹാരം കാണുന്നതിന് ഒരു ശ്രമവും നടത്താതെ 16-ാം വാർഡിലെ കൗൺസിലർ പൊട്ട ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. ഇതും പ്രതിഷേധാർഹമാണ്. അടിയന്തരമായി ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇവിടെ ഉണ്ടായ ഒരു വിവിധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ആവശ്യപ്രകാരം 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പറഞ്ഞ് മെയ് 15-ന് പണി പൂർത്തീകരിക്കുന്ന നിലയിലാണ് നഗരസഭ ചെയർപേഴ്സൺ ഉറപ്പ് കൊടുത്തത്. പക്ഷേ മെയ് 15 കഴിഞ്ഞ് ഇന്ന് ജൂൺ 30 പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ പോലും അതിന് ഒരു ഉറുപ്പിക പോലും അനുവദിക്കുക മാത്രമല്ല, ഒരു നിലയിലുള്ള അതിൻ്റെ വർക്ക് നടത്താതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഈ സമീപനം തിരുത്തണമെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ DYFIയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് ഈ നാട്ടുകാരുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടിയന്തരമായി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന നിലയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രീകണ്ഠപുരം നഗരസഭയും അതുപോലെ തന്നെ MLAയും ഇടപെടണമെന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ലോക്കൽ സെക്രട്ടറി PV ചന്ദ്രൻ, DYFI മേഖലാ സെക്രട്ടറി രഞ്ജിത്ത്, പ്രസിഡന്റ് ജ്യോതിസ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം സന്ദീപ് കാമ്പായി എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ റോഡ് കാലാകാലങ്ങളിൽ നഗരസഭ ചെയ്യേണ്ട പണികളൊന്നും ചെയ്യാതെ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് PWD ആണ് നഗരസഭയാണെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിയാണ് ഈ കാലം മുഴുവൻ കഴിച്ചത്. നഗരസഭാ കൗൺസിലർ ശ്രമിച്ചാലും നഗരസഭയിലെത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ മാസം മെയ്യിൽ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇതിനുവേണ്ടി ശബ്ദമുയർത്തുകയും വാഴ വെക്കുക പോലുള്ള പ്രക്ഷോഭ പരിപാടിയൊക്കെ തുടങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ മെയ് 15-നകം ഇത് താറ് ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ ഉറപ്പ് പറഞ്ഞതാണ്. എങ്കിലും അതിൻ്റെ ഒരു നടപടി ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോഴാണ് ഈ PWDയുടെ വകയിൽ ഒരു 15 ലക്ഷം രൂപ കൊണ്ട് പാലുമായി ബന്ധപ്പെട്ട് അനുവദിച്ചു തന്നത്. അത് ചെയ്യാമെന്ന് തീരുമാനം വരികയും അത് ടെൻഡറായി പെട്ടെന്ന് തന്നെ ചെയ്യാനാകാത്തൊരവസ്ഥ വന്നു, കാലാവസ്ഥ മാറിയതുകൊണ്ട്. എങ്കിലും നമ്മൾ ഈ പണി DYFIയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ചെറുപ്പക്കാർ ഈ വാട്സപ്പ് കൂട്ടായ്മ മാത്രം പോരാ, അതുകൂടാതെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകണം. ഇതാണ് സംഘടനാ പ്രവർത്തനമെന്ന് ജനങ്ങൾ ബോധ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെ ചെയ്തെങ്കിൽ അന്ന് തന്നെ ആ വാട്സപ്പ് കൂട്ടായ്മയും ഉണ്ടായ സമയത്തിന് ഇതുപോലൊരു പ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ നമ്മുടെ റോഡ് ഗതാഗത യോഗ്യം ആകുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നഗരസഭ ശ്രദ്ധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.